വടകര കടത്തനാട് നിക്ഷേപ തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതി റിനീഷിനെ വടകരയിലെത്തിച്ചു ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഇന്നലെ കോട്ടയം പാല അരുണാപുരത്ത് നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പാലായിലെ ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്ന റിനീഷിനെ ഡാൻസാഫും പാല പോലീസും ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. അസ്ലം കൂടുതൽ വിവരങ്ങളുമായി. അസ്ലം, വിശദാംശം എന്താണ്? കടത്തനാട്ട് സൊസൈറ്റിയിലെ തട്ടിപ്പ്, സഹകരണ സൊസൈറ്റിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നിജേഷാണ് ഇതിന്റെ ഒരു സൂത്രധാരൻ എന്നതാണ് പോലീസിന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിനീഷാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ. അതായത് കടത്തനാട് സൊസൈറ്റിക്ക് ഒരുപാട് റോഡുകളുടെയും പാലങ്ങളുടെയൊക്കെ പണി കിട്ടിയിട്ടുണ്ടെന്നുള്ള വ്യാജമായ മറ്റു വിവരങ്ങൾ പറഞ്ഞുകൊണ്ടും ചില രേഖകൾ കാണിച്ചുകൊണ്ടും പുതിയ ആൾക്കാരിൽ നിന്നും കൂടുതൽ നിക്ഷേപം സ്വീകരിക്കുക വഴി വലിയ തോതിലുള്ള തട്ടിപ്പിന് ഇടയാക്കിയത് ഈ കടത്തനാട് സൊസൈറ്റിയുടെ ഡയറക്ടർമാരിൽ ഒരാളായ റിനീഷാണെന്നാണ് ഇതിൽ രണ്ടാം പ്രതിയായിട്ടാണ് ചേർത്തിനെങ്കിൽ മുഖ്യ സൂത്രധാരൻ റിനീഷാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം, അതിൽ ആത്മഹത്യ ചെയ്ത ഇബ്രാഹിംകുട്ടി ഹാജിയുടെ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിലും റിനീഷിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു നിർണായക അറസ്റ്റായിട്ടാണ് കാണുന്നത്. പാലയിൽ വെച്ചാണ് അവിടുത്തെ ഡാൻസർ സംഘവും മറ്റുമൊക്കെ അവിടുത്തെ പാലാ പോലീസും ചേർത്താണ് ഇയാളെ പിടികൂടിയത്. ഇന്നിപ്പോ രാവിലെ വടകരയിൽ എത്തിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മനോഹരൻ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. അവരെന്തായാലും റിനീഷിനെ ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇതോടുകൂടി തന്നെ പ്രധാനപ്പെട്ട നേരത്തെ ഇതിന്റെ സൊസൈറ്റിയുടെ പ്രസിഡന്റായ ഒരു കോൺഗ്രസ് നേതാവും DC സെക്രട്ടറിയെ പിടികൂടിയിരുന്നു. ഇയാളെ കൂടെ പിടികൂടുന്നതോടുകൂടി തന്നെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ വലയിലാക്കാൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇതിൽ പങ്കാളിത്തമുള്ള മറ്റു ആൾക്കാരെ കൂടി വൈകാതെ തന്നെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും ക്രൈംബ്രാഞ്ച് പങ്കുവയ്ക്കുന്നുണ്ട്. ശരി, അസ്ലമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.